അങ്ങനെ ഒരു വല്ലാത്ത ജാതി പടമാണ് ഗൈസ് ഞാൻ പോയി കണ്ടെന്നാണെങ്കിൽ എടുത്ത് പറയാം. വേറെ ഒന്നുമല്ല, നമ്മുടെ എക്സെപ്ഷൻ എന്നുള്ള പടം പോയി കണ്ട് വെജാതി എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറെ ലെവലൊരു പടം. സംഭവം ഈ ഒരു പടത്തിനെ പറ്റി ഞാൻ പ്ലോട്ടോ കാര്യങ്ങളോ ഒന്നും പറഞ്ഞ് നിങ്ങളുടെ എക്സ്പീരിയൻസിനെ ഞാൻ ബാധിപ്പിക്കുന്നില്ല. എന്തായാലും ആ ജസ്റ്റ് ഒരു റിവ്യൂ എൻ്റെതായിട്ട് പേഴ്സണലി എനിക്ക് തോന്നിയ കുറച്ച് കാര്യങ്ങളെ എടുത്ത് പറയാം. ആദ്യം തന്നെ എടുത്ത് പറയാം, ഈ ഒരു പടം എന്ന് പറഞ്ഞാൽ വെറും $1 million ചെയ്തൊരു പടമാണ്. ഇപ്പോൾ ഓൾമോസ്റ്റ് 160 million ക്രോസ് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ആർക്കും വിശ്വസിക്കാൻ പറ്റത്തില്ല. അതും പറയാം, ഒരു യൂട്യൂബറാണ് ഈ ഒരു പടം ചെയ്തിരിക്കുന്നത്. അപ്പോൾ അമ്മാതിരി ഒരു ഹൈപ്പിൽ പോകണമെങ്കിൽ ഒരു പടത്തിന്റെ റേഞ്ച് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ഇപ്പം മൊത്തത്തിൽ ഇപ്പം നമ്മുടെ കേരളത്തിലെ അടുത്ത് പറഞ്ഞാലും ഈ ഒരു പടം വേറെ ലെവലിലേക്ക് നല്ല ഓടിക്കൊണ്ടിരിക്കുകയാണ്. സംഭവം പലരും, അതായത് കേരളത്തിലെ പലരും ഈ ഒരു പടം വലിയ കാര്യമായിട്ടൊന്നും എടുത്തിട്ടില്ല. പക്ഷെ കണ്ടവർക്കറിയാം അത് തിയേറ്ററിൽ കാണിച്ചിട്ടുള്ള ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. അപ്പോൾ സിമ്പിളായിട്ട് തന്നെ ഈ ഒരു പടത്തിനെ പറ്റി ആദ്യം പറയാം. അതായത് നിങ്ങൾ സാധാരണ ഒരു പ്രേതപ്പടം എക്സ്പെക്ട് ചെയ്ത് പോകരുത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കംപ്ലീറ്റ്ലി ഒരു സൈക്കോളജിക്കൽ ഹോറർ ഫിലിമിന്റെ ഒരു മോഡിൽ തന്നെയാണ് ഈ ഒരു പടം അവർ ചെയ്തിട്ടുള്ളത്. ഹോറർ, അതായത് പ്രേതപടങ്ങളൊക്കെ അല്ലെങ്കിൽ ഹോറർ ടൈപ്പ് ഫിലിംസ് ഒക്കെ കാണാൻ താല്പര്യമുള്ളവർക്ക് ഈ ഒരു പടം ഭയങ്കര ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് തന്നെ നിങ്ങൾക്ക് തരുമെന്നുള്ള 100% ഉറപ്പ് തന്നെയാണ്. അതുപോലെ തന്നെ ഹൈലൈറ്റ് ആയിട്ട് എടുത്ത് പറയേണ്ടത്, നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് റിയൽ ഏതാ റിയൽ അല്ലാത്ത ഏതാണെന്നൊന്നും നമുക്ക് ബ്രെയിനിൽ തിങ്ക് ചെയ്യാൻ പോലും പറ്റത്തില്ല. അപ്പോൾ അമ്മാതിരി രീതിയിലാണ് അവർ ചെയ്തിട്ടുള്ളത്. അതായത് നമ്മുടെ ഈ ഒരു പടത്തിന്റെ ആ ഒരു നറേഷൻ നമ്മൾ കാണുമ്പോൾ തന്നെ പല കാര്യങ്ങളും നമുക്ക് ഊഹിക്കാൻ പറ്റും, ഇനി അടുത്ത് എന്ത് നടക്കാൻ പോകുന്നുണ്ട് അങ്ങനെയുള്ള സംഭവങ്ങൾ. പക്ഷേ ഈ ഒരു പടത്തിനകത്ത് നമുക്കത് ചിന്തിക്കാൻ പറ്റത്തില്ല. അപ്പോൾ നമ്മൾ ചിന്തിക്കുന്ന നേരെ കാര്യങ്ങൾ ഓപ്പോസിറ്റ് ആയിരിക്കും ആ ഒരു സ്ക്രീനിൽ നടക്കുന്നത്. അപ്പം അങ്ങനത്തെ രീതിയിലുള്ള ഒരു മേക്കിംഗ് നമുക്ക് ഈ ഒരു പടത്തിനകത്തൂടെ കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ ഈ ഒരു പടത്തിനകത്ത് കണ്ടിന്യൂസ് ആയിട്ട് സസ്പെൻസും കാര്യങ്ങളും ഇങ്ങനെ വന്നു പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതായത് നമുക്ക് ആ ഒരു ആൻസൈറ്റി ഈ ലെവലിൽ കൂട്ടുന്ന രീതിയിലുള്ള പല പല പുതിയ പുതിയ സീൻസാണ് നമ്മൾ ഓരോ സീൻ കണ്ട് തീരുമ്പോൾ അടുത്തടുത്ത വന്നുകൊണ്ടിരിക്കുന്നത്. അതായത് നമ്മൾ തന്നെ വണ്ടടിച്ചു പോകും അടുത്ത സീൻ എന്തോ ഇനി വരാൻ പോകുന്നുള്ള രീതിയിൽ. ആ ഒരു ടോണിലുള്ള ഒരു അറ്റ്മോസ്ഫിയറും അതേപോലെ തന്നെ ആ ഒരു സൗണ്ട് ഡിസൈനിങ് എല്ലാം ഭയങ്കര രീതിയിൽ ബ്ലെൻഡ് ചെയ്തിട്ട് ചെയ്തിരിക്കുന്ന ഒരു കിടിലം മേക്കിംഗ് ആണ് നമുക്ക് ഈ ഒരു പടത്തിനകത്ത് കാണാൻ പറ്റുന്നുണ്ട്. അതേപോലെ തന്നെ എടുത്ത് പറയണം, ഇതിന്റെ ഒരു ആ ഒരു സ്റ്റോറി ടെല്ലിംഗ് ഫോർമാറ്റ് നമ്മൾ ഇതുവരെ കണ്ട പല പടങ്ങളിൽ നിന്നും ഭയങ്കര ഡിഫറെന്റ് ഫോർമാറ്റിലാണ് ഇവർ ഇതിനകത്തൂടെ പ്രസന്റ് ചെയ്തിരിക്കുന്നത്. അതേപോലെ വേറൊരു കാര്യം എടുത്ത് പറയാം, അതായത് R-rated ഒരു ഹോറർ ത്രില്ലർ നിങ്ങൾക്ക് കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ മസ്റ്റ് ആയിട്ട് ഈ ഒരു പടം കാണണമെന്ന് ഞാൻ അടുത്ത് പറയത്തുള്ളൂ. അപ്പോൾ ആ രീതിയിലുള്ള ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കിട്ടുമെന്നുള്ള കാര്യം ഞാൻ ഗ്യാരണ്ടി പറയുന്നതാണ്. പക്ഷേ ഇത് തിയേറ്ററിൽ ഇരുന്ന് കാണുന്ന ഒരു എക്സ്പീരിയൻസും പിന്നീട് OTT വന്നിട്ട് കാണുമ്പോഴുള്ള എക്സ്പീരിയൻസിനെ പറ്റി എനിക്കിപ്പോൾ ചിന്തിക്കാൻ പോലും പറ്റത്തില്ല. കാരണം തിയേറ്ററിൽ ഇരുന്ന് കണ്ട പലർക്കും ആ കിട്ടിയ എക്സ്പീരിയൻസ് ആയിരിക്കത്തില്ല ചിലപ്പോൾ OTT ഇരുന്ന് കാണുമ്പോൾ നമുക്ക് കിട്ടുന്നത്. പടം നല്ലതുകൊണ്ട് എവിടെ കണ്ടാലും ചിലപ്പോൾ വർക്കൗട്ട് ആകും. പക്ഷെ അത് എനിക്ക് പേഴ്സണലി തോന്നുന്നത് മിക്കവാറും ഇത് തിയേറ്ററിൽ ഇരുന്ന് കണ്ടാൽ മാത്രമേ ആ ഒരു എഫക്റ്റും കാര്യങ്ങളും നമുക്ക് വർക്കൗത്തോളം എന്നാണ് തോന്നുന്നത്. പിന്നീട് ഓരോരുത്തരുടെ വ്യൂവിങ് എക്സ്പീരിയൻസ് പോലെ ഇരിക്കും, അതെങ്ങനെ കാണും അങ്ങനെയുള്ള സംഭവങ്ങൾ. അതുകൊണ്ട് ഞാൻ ഇപ്പോൾ തന്നെ ഒന്നുകൂടെ എടുത്ത് പറയുകയാണ്, മാക്സിമം നിങ്ങളെ കൊണ്ട് തിയേറ്ററിൽ കാണാൻ പറ്റുന്നെങ്കിൽ ഈ ഒരു പടം പോയി കണ്ടോണം. പിന്നീട് ഞാൻ ഈ ഒരു പടത്തിനകത്ത് നെഗറ്റീവിലോ കാര്യങ്ങളിലോട്ടൊന്നും പോയി നിങ്ങളുടെ ഒരു എക്സ്പീരിയൻസിനെ ബാധിപ്പിക്കുന്നില്ല. ഇതിനകത്തുള്ള മെയിൻ പോസിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു പടത്തിനകത്തുള്ള നടി, ഈ ഒരു നടിയുടെ പേരോ കാര്യങ്ങളൊന്നും എനിക്ക് അറിയത്തില്ല. പക്ഷേ പെർഫോമൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പീക്ക് ലെവലിലുള്ള പെർഫോമൻസും കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു പടത്തിൽ കൂടെ തന്നിട്ടുള്ളത്. ഈ ഒരു ക്യാരക്ടറിനെ കാണുമ്പോൾ നമുക്ക് തന്നെ ഉള്ളിൻ്റെ ഉള്ളിലൊരു പേടി വരും, ഇതെന്തോ സംഭവം. അപ്പോൾ അതുപോലുള്ള ഒരു പെർഫോമൻസ് ആണ് ഈ ഒരു ആക്ട്രസിൽ നിന്ന് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതാണൊക്കെ തന്നെ എടുത്ത് പറയാം. അതായത് ഒരു 2 പേഴ്സണാലിറ്റി ഉണ്ട്, അത് ഞാൻ കൂടുതൽ പറയുന്നില്ല. അതിനകത്ത് ഒരു പേഴ്സണാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു സാധനമാണ്. ആ 2 പേഴ്സണാലിറ്റീനെയും എങ്ങനെ അത് കൈകാര്യം ചെയ്യണം, അത് എങ്ങനെ ഓഡിയൻസിനകത്തോട്ട് എത്തണം, അതെല്ലാം ഒരു പക്ക പെർഫെക്റ്റ് ആയിട്ടാണ് ഈ ഒരു ആക്ട്രസിനെ കൊണ്ട് ഈ ഒരു പടത്തെ അവർ ചെയ്തു വെച്ചിട്ടുള്ളത്. ബാക്കി ക്യാരക്ടേഴ്സ് ഒക്കെ ഒരു പടത്തിനകത്തുണ്ട്, ഞാൻ അതിനകത്തോട്ടൊന്നും കാര്യങ്ങൾ കൂടുതൽ പോകുന്നില്ല. അപ്പോൾ ടോട്ടലി ഇത്തരം കാര്യങ്ങളൊക്കെയാണ് എനിക്ക് ബേസിക് ആയിട്ട് എനിക്ക് എടുത്ത് പറയാനുള്ളത്. അപ്പോൾ ഒരു ഹോറർ സൈക്കോളജിക്കൽ പടം കാണാൻ താല്പര്യമുള്ളതാണെങ്കിൽ മസ്റ്റായിട്ട് ഈ ഒരു സംഭവം കാണണം. അത് R-rated ഫോർമാറ്റിൽ ഈ ഒരു സാധനം കാണണമെങ്കിൽ നിങ്ങൾ ഇത് കണ്ടേ പറ്റത്തുള്ളൂ. പക്ഷേ നമ്മുടെ ഇന്ത്യൻ സെൻസർ ബോർഡ് ഇതിനകത്ത് കുറച്ച് പരിപാടികളൊക്കെ നടത്തിയിട്ടുണ്ട്, കുറച്ച് സീൻസ് ഒക്കെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. അത് ചെറിയൊരു പണി നമുക്ക് ഈ ഒരു പടത്തിൽ തന്നിട്ടുണ്ട്. അപ്പോൾ അത് OTT വരുന്ന സമയത്ത് നമുക്ക് എന്തായാലും ഓരോ സാധനങ്ങളൊക്കെ കാണാൻ പറ്റും. പക്ഷേ ഇന്ത്യയിൽ നിന്ന് നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ ഒരു പടം തിയേറ്ററിൽ പോയി കാണാൻ പോയി കഴിഞ്ഞാൽ അങ്ങനെ ഒരു പരിപാടി ഒപ്പിച്ച് വെച്ചിട്ടുണ്ട്. ആ ഒരു നെഗറ്റീവ് മാത്രമേ എനിക്ക് ഈ ഒരു പടത്തിനെ പറ്റി എടുത്ത് പറയാനുള്ളൂ. അപ്പം എന്തായാലും നിങ്ങൾ മാക്സിമം കാണാൻ പറ്റുന്നവർ എന്തായാലും പോയി തിയേറ്ററിൽ തന്നെ കണ്ടോണം. അപ്പോൾ അടുത്ത ആഴ്ച തൊട്ട് വേറെ പടങ്ങളൊക്കെ വരുന്നതാണ്, ചിലപ്പോൾ അടുത്ത് തൂക്കി കളയാൻ സാധനത്തുണ്ട്. പക്ഷേ അടുത്ത പോക്ക് കണ്ടിട്ട് അത് തോന്നുന്നില്ല. ടോട്ടലി ഒരു വമ്പൻ എക്സ്പീരിയൻസ് തന്നെയാണ് എനിക്ക് പേഴ്സണലി ഒരു പടത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത്. സാധാരണ ഞാൻ ഇങ്ങനെ ഹോറർ ടൈപ്പ് സാധനങ്ങളൊന്നും കാണാത്തതാണ്. ഇത് ജസ്റ്റ് ആക്സിഡന്റലി ഞാൻ കണ്ട പടമാണ്, ഭയങ്കര രീതിക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഇത്ര എക്സൈറ്റഡ് ആയിട്ട് ഞാൻ പറയുന്നത്. അപ്പോൾ എന്തായാലും ഇനി കൂടുതൽ വീഡിയോ പറഞ്ഞ് വലിച്ചിട്ട് ബോറടിപ്പിക്കുന്നില്ല. അപ്പോൾ ഇതുപോലുള്ള മാർവൽ DC ഹോളിവുഡ് അപ്ഡേറ്റ്സും കണ്ടന്റ്സും കാര്യങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ ഒരു ചാനൽ സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്തേക്കണം. അപ്പോൾ എൻ്റെ അടുത്ത വീഡിയോ കാണുന്ന എല്ലാവർക്കും ബൈ ഗൈസ്.